ജേക്കബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ലൂർദ് ഹോസ്പിറ്റലിലാണ്. ഇതാ കാണുന്നതാണ് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ്. ഇവിടുത്തെ എല്ലാ ചുറ്റുപാടുകളുമൊക്കെ നമുക്ക് നല്ല രമണീയമായിട്ട് കാണാം. ഞങ്ങളുടെ മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പുറത്തൊക്കെ ട്രെയിൻ പോകുന്നത് കാണാം. അതുകൊണ്ടൊക്കെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റും നല്ലതായി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ലതായിട്ട് ഡോക്ടേഴ്സൊക്കെ വന്ന് നല്ല സ്നേഹമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. സിസ്റ്റേഴ്സ് സ്നേഹമായിട്ട് ഇടുന്നുണ്ട്. നിറയെ സിസ്റ്റേഴ്സുണ്ട്. അങ്ങനെ വന്ന് ഞാൻ ഇവിടോട്ട് വന്നപ്പോഴാണ് ഇവരുടെ ഒരു ക്യാൻറ്റീനിൽ വന്ന് ഞാൻ കുറച്ച് ദിവസം ഫുഡ് കഴിക്കുകയും ടീ ഫുഡ് ഇതൊക്കെ കഴിക്കുകയും ചെയ്തു. പക്ഷേ ഇവരുടെ ക്യാൻറ്റീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് എപ്പോഴും ചിക്കനും ഉണ്ട്, വെജിറ്റബിൾ കുറുമയുണ്ട്, പിന്നെ അങ്ങനെ പല ഫ്രൈഡ് റൈസുണ്ട്. എല്ലാം ഇവർ തന്നെ റെഡിയാക്കുന്നുണ്ട്. ആ റെഡിയാക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ കുറേ ലേഡീസാണ്. അവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സന്തോഷമാണ്. നമ്മൾ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്നതും എല്ലാം അവരുടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളും എല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനാണ് ഏറ്റവും ഫുഡാണ് മനുഷ്യന് വേണ്ടിയത്. ആ ഫുഡ് ഏറ്റവും ക്ലിയറായിട്ട് സപ്ലൈ ചെയ്യുകയും എല്ലാം ചെയ്യുന്നതാണ്. ഈ ഫുഡ് നല്ല വളരെ നീറ്റാണ്. നിങ്ങൾക്ക് കാണാമത്തില്ല, ഇതാ എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോസ്പിറ്റല്. പക്ഷേ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ലൂർദ് ഹോസ്പിറ്റലിനെ പറ്റി അറിയത്തില്ല. കണ്ടോ, ഇത് ക്യാൻറ്റീനാണ്. എല്ലാം നല്ല വൃത്തിയായിട്ടാണ് എല്ലാം കിടക്കുന്നതെന്ന് അറിയാമോ? കംപ്ലീറ്റ് അവരുടെ കണ്ടോ, ഇവരെ കംപ്ലീറ്റ് എല്ലാം നല്ല നീറ്റായി കംപ്ലീറ്റ് നീറ്റ് കണ്ടോ. ഇവരുടെ ഹോളാണ്. ഈ ഹോളിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവരുടെ എല്ലാം നല്ല രീതിയിലാണ്. അതൊരു അപ്പുറത്ത് വാഷ് ചെയ്യാനുണ്ട്. അവിടെയൊക്കെ വളരെ ക്ലിയറാണ് കണ്ടോ. എല്ലാം വളരെ ക്ലിയർ കണ്ടോ. എല്ലാം വാഷിങ്ങൊക്കെ എന്ത് ക്ലിയറാണെന്നറിയോ, നീറ്റായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിലന്ന് അതിൻ്റെ വേണ്ട രീതിയിലെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിയ്ക്കുന്നത് കണ്ടോ, ഇതാണ് അവരുടെ ക്യാൻറ്റീന്. താഴെയൊക്കെ നോക്ക്, ഒരു ഇതുമില്ല. നമ്മൾ വേസ്റ്റായിട്ട് യാതൊന്നും ഇവിടെ ഒന്നും ഇല്ല കണ്ടോ. എന്ത് നീറ്റാണെന്നറിയാമോ. അപ്പോൾ ഇവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ഇതിനോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ബില്ലടിച്ച് തരും. എല്ലാം നല്ല രീതിയിൽ നല്ലതായിട്ട് ചെയ്യുന്നു. ഈ എത്ര നാളായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 20 വർഷമായോ? അത് ശരി. ഈ കൗണ്ടറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരാൾ ഇന്നലെ ഇരുന്ന ആൾ രാവിലെ തൊട്ട് ഫുൾ ടൈമിൽ ഇരിക്കുന്നതുകൊണ്ട്. അതായത് നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവിടെ? പറയാം എന്താ നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നെങ്കിൽ ഷിഫ്റ്റ് നിങ്ങൾ അടുപ്പിച്ച് എടുക്കും. 6 മണിക്ക് കയറി 3 മണിക്ക്, പിന്നെ അടുത്ത ആള് 1 മണി തുടങ്ങി 10 മണി വരെ എടുക്കും അല്ലേ? അപ്പോൾ ഞാനിവിടെ ഫുഡ് വാങ്ങിക്കാൻ വന്നാൽ ഇവർ നല്ല ഫുഡായിരിക്കും എടുത്ത് തരുന്നതൊക്കെ. ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവരുടെ ടൈം 6:30. ഇവർ 6:30 ഈവനിങ് 6 വരെയൊക്കെയാണ്. 6:30 തുടങ്ങിയില്ല. അപ്പം ഞാനിവിടെ ഒന്ന് വന്ന് എനിക്ക് ഫുഡ് വേണം അതിന് വൈഫിന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പം വെജിറ്റബിൾ കുറുമ, വയറിന് സുഖമില്ലാതെ ആ ട്രീറ്റ്മെൻറ്റിന് വന്നേക്കുന്നത്. അപ്പം നല്ല കുറുമ തന്നു. അത് കഴിഞ്ഞ് ചിക്കൻ്റെ കറിയുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഏറ്റവും ഞാൻ നല്ലൊരു ഹോസ്പിറ്റലും ഇതിൻ്റെ ഒരു സാഹചര്യവും ഈ ക്യാൻറ്റീൻ്റെ ഇതും എല്ലാം കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ ആണല്ലോ എല്ലാവരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കിച്ചണിലെല്ലാം റെഡിയാക്കി എല്ലാവർക്കും റെഡിയാക്കും. നിങ്ങൾ തന്നെ റെഡിയാക്കും? വേറെ ആൾക്കാരുണ്ടല്ലേ? അപ്പോൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇതൊക്കെ നോക്കേ, ഇതെല്ലാം നല്ല എന്ത് വൃത്തിയാണെന്നറിയോ. നോക്കി ഒരു ഇതുമില്ല. ഇതൊക്കെ നല്ല ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്ലീനിങ് വരുന്നത്. ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം. അപ്പം ഞാനിനി നാളെ ഡിസ്ചാർജായി പോവാം. ഈ അടുത്ത വീട്. ഇനിയും ഫുഡിന് ഞാൻ ഇങ്ങോട്ടേ വരത്തുള്ളൂ. അപ്പോൾ എന്നെ അറിയാമല്ലോ, നിങ്ങളെല്ലാം ഇത് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് ദൈവം നല്ല ഇത് തരും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ രോഗികളെ ഉള്ള ഹോസ്പിറ്റലിൽ അവിടെ കണ്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ. പേരെന്തുവാ? എൻ്റെ പേര് മിനി. പേരെന്തുവാ? ദീപ അല്ലേ? സന്തോഷ്. എവിടാ വീട്? എൻ്റെ വീട് ഇവിടെ അടുത്താന്നു. അപ്പോൾ അടുത്തുള്ളവരാന്നോ എല്ലാം ഉള്ളത്? ഞങ്ങൾ റാണി അടുത്തൊക്കെ അല്ലേ?
അപ്പം ഞാനിവിടെ വന്നോണ്ടേ ഈ ക്യാൻറ്റീൻ്റെ ഒരു ഇത് ചെറിയൊരു വീഡിയോ എടുത്തിട്ടു ഞാൻ ഇടും. ഇപ്പം നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കണം. അപ്പം എന്ത് ബെസ്റ്റാണെന്നറിയോ, ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. ഇത്രയും നീറ്റായിട്ടുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്ന് കഴിച്ചു. ഇനി എനിക്ക് എപ്പോഴും ഞാൻ പറയുന്ന അടുത്താണ് എൻ്റെ വീട്. ഞങ്ങൾ ഈവനിങ് ഞാൻ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഇവിടെ വന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ അത് ഇവരോട് വന്ന് വാങ്ങിക്കാൻ പോയത്. കാരണം എന്നാൽ നല്ല ഫുഡാണ് ഇവരുണ്ടാക്കി തരുന്നത്. എൻ്റെ വൈഫിനും ഇഷ്ടപ്പെട്ടു. നല്ല ചായ എല്ലാം തരുന്നുണ്ട്. അവൾ നല്ല ഹോസ്പിറ്റലിൽ തന്നെ. ഈ സിസ്റ്ററില്ലേ, ഈ സിസ്റ്റർ വന്നേ, സിസ്റ്ററേക്ക് വന്നേ. ഞാൻ ഈ സിസ്റ്റർ കൗണ്ടറിൻ്റെ ആദ്യമൊക്കെ നിൽക്കുമായിരുന്നു. ഈ സിസ്റ്ററെ കണ്ടോ? നിന്നപ്പോൾ എനിക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞു. പഴംപൊരി ഇവിടെ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ആ സിസ്റ്റർ ചോദിച്ചു എന്നോട് എന്ത് വേണം, പഴംപൊരി വേണം. സിസ്റ്റർ അകത്ത് പോയിട്ട് ആർക്കും കൊടുക്കാതെ എനിക്ക് എടുത്തുകൊണ്ട് വന്നു. സിസ്റ്ററിൻ്റെ പേരെന്തുവാ? സിസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. സിസ്റ്ററിൻ്റെ പേരെന്തുവാ? സുരേഷ. ആ ഇത് സിസ്റ്റർ. എൻ്റെ പേര് ചെറിയാൻ എന്ന് പറയും. എൻ്റെ പേര് ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത എളമക്കര എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇവിടെ എൻ്റെ വൈഫ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൾ വയറിൻ്റെ പ്രശ്നം കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ വന്നത്. അപ്പോൾ സിസ്റ്റർ എനിക്ക് പഴംപൊരി പെട്ടെന്ന് കൊണ്ട് തന്നില്ലേ. അപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടമായി. വൈഫിനും വലിയ ഇഷ്ടമായി. അപ്പോൾ ഇവരുടെ ഇതൊക്കെ കണ്ടു. ഏറ്റവും വളരെ ഇവിടുത്തെ സെക്യൂരിറ്റിയാണിത്, ഇവിടുത്തെ അല്ല. അപ്പോൾ ഇതെല്ലാം കണ്ടു. നീറ്റ് ആൻഡ് ഇതാണ്. അപ്പോൾ ഇനി ഞാൻ വരും, ഇവിടെ കഴിക്കാൻ വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ നോക്കിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇങ്ങനെ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നല്ലതായിട്ട് കാണുന്നതൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് ഇടും. ഞാനിത് ക്ലിയർ ആണെന്നെങ്കിൽ നോക്കി ഇടും. ഇടുമ്പോൾ ഞാൻ വിളിച്ച് പറയാം. മനസ്സിലായില്ലേ? അപ്പം നോക്കി